ഹിഡൻ ലവ് എന്ന ഡ്രാമയുടെ 15ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ജാഷുവും സാങ്ഷിയും കൂടി ഒരുമിച്ച് സിനിമയ്ക്ക് പോയ സമയത്ത് അബദ്ധത്തിൽ മിൽക്ക് ടീ കുടിച്ച് അവൾക്ക് അലർജിയാകുന്നതിനാൽ അവർ സിനിമ കാണാതെ മടങ്ങുന്നു. വഴിയിൽ നിന്ന് വെള്ളം വാങ്ങി അവളെ മരുന്ന് കഴിപ്പിക്കുന്നു. മരുന്ന് കഴിച്ച ഉടൻ തന്നെ മുഖത്ത് കുരുക്കൾ കുറവുണ്ടോ എന്ന് അറിയാനായി അവൻ നോക്കുന്നത് കണ്ട് ഉടൻ തന്നെ റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ കളിയാക്കുന്നു. മിൽക്ക് ടീ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് അവൾ പറഞ്ഞപ്പോൾ ഈ സമയത്ത് നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ച് അവൻ വഴക്ക് പറയുന്നു. അപ്പോഴാണ് മുമ്പ് ഒരു തവണ അവൾക്ക് പാൽ വാങ്ങി കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് അവൻ ഓർക്കുന്നത്. അന്ന് നീ എന്താണ് ഇക്കാര്യം പറയാതിരുന്നത് എന്ന് അവൻ ചോദിച്ചപ്പോൾ അന്ന് ഞാനത് കുടിച്ചില്ല, എൻ്റെ ഫ്രണ്ടാണ് കുടിച്ചത്, കുപ്പി അവൾ കളയുകയും ചെയ്തു എന്ന് അവൾ കള്ളം പറയുന്നു. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അവൾ മുഖത്ത് ചൊറിയാൻ തുടങ്ങുന്നത് കണ്ട് പാട് വീഴുമെന്ന് പറഞ്ഞ് അവൻ തടയുന്നു. അവൾ പിന്നെയും മറ്റേ കൈ കൊണ്ട് ചൊറിയാൻ തുടങ്ങിയപ്പോൾ അവൻ അവളുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് നടക്കുന്നു. ഇതിപ്പോൾ നായയും കൂടി നടക്കാൻ ഇറങ്ങിയതുപോലെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് അവൾ കളിയാക്കിയെങ്കിലും അവനതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോവുകയാണ്. കൊളീഗ്സിനോട് ഞാൻ ഫ്രണ്ടാണെന്ന് പറഞ്ഞത് എന്താണ്, മുമ്പൊക്കെ ആരെങ്കിലും ചോദിക്കുമ്പോൾ സിസ്റ്റർ ആണെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നും അവൾ ചോദിക്കുന്നു. നീ ശരിക്കും എന്നെ നിന്റെ ചേട്ടനായിട്ടാണോ കാണുന്നതെന്ന് അവൻ തിരിഞ്ഞെന്ന് ചോദിക്കുന്നു. അവൾ അതിന് മറുപടി നൽകുന്നില്ല. അവൻ ഇഷ്ടത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് നടക്കുന്നു. നിന്റെ ബർത്ത്ഡേ എടുക്കാറായില്ലേ, അന്ന് നമുക്ക് സെലിബ്രേഷന് കേക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നാണല്ലോ തോന്നുന്നത്, പാലുള്ളതിനാൽ നിനക്ക് അലർജി ആവില്ല എന്ന് അവൻ ചോദിക്കുന്നു. എൻ്റെ ബർത്ത്ഡേ എനിക്കപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് അവൻ പറയുന്നത് എന്ന് അവൾ ചിന്തിക്കുന്നു. നമ്മുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഏകദേശം അടുത്തടുത്തല്ലേ, ചേട്ടൻ എങ്ങനെയാണ് ബർത്ത്ഡേ ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല എന്നാണ് അവൻ പറഞ്ഞത്. സാങ്ഷി ഡേറ്റിന് പോയിട്ട് ഇതുവരെ മെസ്സേജ് ഒന്നും വായിക്കാത്തതിനാൽ ആകാംക്ഷയിലാണ് അവളുടെ ഫ്രണ്ട്സ്. അവർക്കിടയിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായി കാണുമോ, അവൾ മുൻകൈ അങ്ങോട്ട് ഇഷ്ടം പറഞ്ഞു കാണുമോ എന്നൊക്കെ അവർ ചർച്ച ചെയ്യുന്നു. അവൾ അങ്ങോട്ട് പറയാൻ സാധ്യതയില്ല എന്നൊരാൾ പറഞ്ഞപ്പോൾ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം, അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചില്ലെങ്കിൽ അവർ എങ്ങനെ അറിയാനാണ്. നിനക്കൊരാളുടെ ഇഷ്ടം തോന്നിയാൽ നീ അയാളുടെ പുറകെ നടന്ന് ഇഷ്ടം നേടിയെടുക്കാൻ ശ്രമിക്കുമോ എന്ന് വേവേ യൂഷിനോട് ചോദിക്കുന്നു. ഞാൻ എന്തായാലും അങ്ങനെ ആരുടെയും പുറകെ നടക്കാൻ പോകുന്നില്ല, ഇങ്ങോട്ട് വന്നാൽ ആലോചിക്കാം എന്നാണ് അവൾ പറഞ്ഞത്. എന്തായിരിക്കും ചെയ്യുക എന്ന് വാങ്ങിനോട് ചോദിച്ചപ്പോൾ എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നവൾ പറയുന്നു. പുറത്ത് ഫുഡ് കഴിക്കാൻ പോയപ്പോഴായിരുന്നു അവർ ഇതൊക്കെ സംസാരിച്ചത്. അത് കഴിഞ്ഞ് റൂമിലെത്തി കുറേ സമയം കഴിഞ്ഞിട്ടും സാക്ഷി വിളിക്കുക വരിക ചെയ്യാത്തത് കൊണ്ട് വേവേ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അപ്പോഴേക്കും അവൾ മുറിയിലേക്ക് എത്തുന്നുണ്ട്. അവൾ മുഖം കെട്ടിവെച്ചിരിക്കുന്നത് കണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ച് എല്ലാവരും അടുത്ത് കൂടുന്നു. മിൽക്ക് ടീ കുടിച്ച് അലർജിയായ വിവരം അവൾ പറയുന്നു. മരുന്ന് കഴിച്ചു നടത്തിയപ്പോൾ അന്നത്തെ ഡേറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ചോദിക്കുന്നു. അവൻ എന്നെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത് എന്ന് സാക്ഷി സന്തോഷത്തോടെ പറയുന്നു. നിനക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം അവന് മനസ്സിലായെന്ന് അവർ ആകാംക്ഷയോട് ചോദിക്കുന്നു. ഞാൻ അവൻ്റെ ചെറിയൊരു ക്ലൂ പോലും നൽകിയിട്ടില്ല എന്ന് സാക്ഷി പറഞ്ഞപ്പോൾ നിനക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം ഉടനെ ഒന്നും അവനോട് പറയരുത്. അവർ കുറച്ചു കാലം പുറകെ നടന്ന ശേഷം മാത്രമേ ഇഷ്ടമാണെന്ന് സമ്മതിക്കാവൂ, അല്ലെങ്കിൽ യാതൊരു വിലയും ഉണ്ടാകില്ല എന്നൊക്കെ വേവേ ഉദ്ദേശിക്കുന്നു. യൂഷിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യാം, കുറേ ക്ഷമിച്ചിട്ട് വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോകാം എന്ന് സാക്ഷി പറയുന്നു. നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഞാൻ എൻ്റെ ടൈം വെറുതെ വേസ്റ്റ് ആക്കിയതാണെന്ന് പറഞ്ഞ് വേവേ തിരികെ പോയി ഇരിക്കുന്നുണ്ട്. പിന്നെ സാക്ഷി അവനുമായി കണ്ടത് അവളുടെ ബർത്ത്ഡേ ദിവസമാണ്. നേരത്തെ പറഞ്ഞതനുസരിച്ച് അവൻ അവളെ പിക്ക് ചെയ്യാനെത്തുന്നു. അന്ന് നല്ല രീതിയിൽ ഒരുങ്ങിയാണ് അവൾ പുറപ്പെട്ടത്. പക്ഷേ അവൾ താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ് മിങ് അവൾക്ക് ഒരു ബർത്ത്ഡേ പ്രസൻറ്റുമായി അവളുടെ അടുത്തേക്ക് എത്തുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവളത് ഒഴിവാക്കാൻ നോക്കിയെങ്കിലും നീ ഇത് വാങ്ങിയില്ലെങ്കിൽ എനിക്കത് വല്ലാതെ ഫീൽ ചെയ്യും എന്നവൻ പറഞ്ഞപ്പോൾ അവളത് വാങ്ങുന്നു. ബർത്ത്ഡേ എവിടെയാണെന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് മിങ് ചോദിച്ചപ്പോൾ അവൾ ജാഷു നിൽക്കുന്നിടത്തേക്ക് നോക്കുന്നു. മിങ് അപ്പോഴാണ് അവനെ കണ്ടത്. അതോടെ അവൻ യാത്ര പറഞ്ഞു പോകുന്നു. സാക്ഷി ജാഷുവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ അവളുടെ കയ്യിൽ നിന്ന് മിങ് നൽകിയ ഗിഫ്റ്റ് ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ് കയ്യിൽ വാങ്ങി പിടിക്കുന്നു. മുന്നോട്ട് നടക്കുന്ന കൂട്ടത്തിൽ നീ അന്ന് പറഞ്ഞ ആൾ അവനാണോ എന്ന് ജാഷു വീണ്ടും ചോദിക്കുന്നു. അല്ലെന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞതല്ലേ എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു നിന്ന് അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചിട്ട് നീ പറഞ്ഞയാൾ കാണാൻ എന്നെപ്പോലെയാണോ എന്ന് നല്ലതുപോലെ നോക്കിയിട്ട് പറയാൻ അവൻ പറയുന്നു. അവൾ ശരിക്കും ഒന്ന് ഷോക്കാകുന്നുണ്ട്. എനിക്കിഷ്ടമാണ് എന്ന് അവന് മനസ്സിലായോ, പക്ഷെ ഞാനത് സമ്മതിച്ചു കൊടുത്താൽ പണ്ട് മുതലുള്ള എൻ്റെ ക്രഷ് അവനാണെന്ന് മനസ്സിലാകും എന്ന് ചിന്തിച്ച അവൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ കാണാൻ നിന്നെപ്പോലെ അല്ല എന്ന് കള്ളം പറയുന്നു. ഇനി അവൻ്റെ കാര്യം ചേട്ടൻ എന്നെ മുന്നിൽ വെച്ച് പറയേണ്ട ആവശ്യമില്ല, അവൻ ആൾ ശരിയല്ലെന്ന് ചേട്ടൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് ഞാനിപ്പോൾ അവനെ കോൺടാക്ട് ചെയ്യുന്നില്ല, എനിക്കിപ്പോൾ അവനോട് ക്രഷൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ കുറച്ച് സ്പീഡിൽ നടക്കുന്നു. അവൻ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ പോലെയാണ് എന്ന് അന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് എന്നവൻ ചോദിച്ചപ്പോൾ കുടിച്ച് ലെവൽ തെറ്റിയ ദിവസം അങ്ങനെയും പറഞ്ഞിരുന്നു എന്നവൾ ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ചേട്ടന് മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ഞങ്ങൾ ചെറുപ്പക്കാർക്കിടയിൽ അങ്ങനെ പറയുന്നത് ഒരുപാട് ഫീമെയിൽ ഫ്രണ്ട്സ് ഉള്ള അവരോടെല്ലാം ഒരേപോലെ നന്നായി പെരുമാറുന്ന ഗേൾ ഫ്രണ്ടൊന്നും ഇല്ലാത്ത ആളെയാണ്. അവൻ ശരിക്കും അങ്ങനെ തന്നെയാണ് എന്നവൾ പറയുന്നു. ആളുകളെക്കുറിച്ച് അബോധം പറയാൻ നീ മിടുക്കിയാണെന്ന് അവൻ പിറുപിറുക്കുന്നുണ്ട്. അന്നവൻ കാർ കൊണ്ടുവന്നിരുന്നില്ല, ബസ്സിലാണ് അവർ പോയത്. മുമ്പ് കാണാൻ പറ്റാതെ പോയി സിനിമ കാണാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. ബസ്സിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഒരു സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയപ്പോൾ ആളുകൾ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അവളുടെ ദേഹത്ത് ആരും ഇടിക്കാതിരിക്കാൻ അവൻ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് വണ്ടി വിട്ടപ്പോൾ അവൾക്ക് കൈ പിടിക്കാൻ സ്ഥലം കിട്ടുന്നില്ല. ഹൈറ്റ് കുറവായതിനാൽ മുകളിലത്തെ കമ്പനിയിൽ പിടിക്കാൻ കൈയെത്തുന്നുമില്ല. അവൾ എവിടെയും പിടിക്കാൻ നിൽക്കുന്ന കണ്ട് ഇങ്ങനെ നിന്നാൽ മറിഞ്ഞു വീഴും, എൻ്റെ കയ്യിൽ പിടിച്ചോളാൻ അവൻ പറയുന്നു. അവൾ അവൻ്റെ കൈയുടെ ഡ്രസ്സിൻ്റെ അറ്റത്ത് ചെറുതായി പിടിച്ചപ്പോൾ അവൻ കയ്യിലേക്ക് നല്ലതുപോലെ പിടിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്ക് മുന്നോട്ടായിരുന്നത് കണ്ട് വീഴാതെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. സാക്ഷി അവൻ കാണാതെ ചിരിച്ച് അതൊക്കെ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. അവൾ അറിയാതെ അവനും. മുമ്പ് പോയ അതേ മാളിലേക്ക് തന്നെയാണ് അവർ പോയത്. അന്നും അവളൊരു ഡ്രിങ്ക് ഓർഡർ ചെയ്യുന്നുണ്ട്. മുമ്പ് അവർ ഓർഡർ ചെയ്ത സാധനം മാറിക്കൊടുത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. ജാഷു അവൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും വഴക്ക് പറയാനുണ്ടെന്ന് മനസ്സിലാക്കുന്നതിനാൽ സാക്ഷി ഇടപെട്ട് വിഷയം മാറ്റുന്നു. അവൾ തണുത്ത ഡ്രിങ്കാണ് ഓർഡർ ചെയ്തത്, പക്ഷേ ചൂടുള്ളത് മതി എന്ന് പറഞ്ഞ്
അവനത് മാറ്റി പറയുന്നു. തണുത്തത് തന്നെ മതിയെന്ന് പറഞ്ഞ് അവൾ നിർബന്ധം പിടിക്കുന്നതിനല്ല അവസാനം അവനത് സമ്മതിക്കേണ്ടി വരുന്നു. എന്നാൽ തിയേറ്ററിനുള്ളിൽ AC-യുടെ നല്ല തണുപ്പുണ്ടായിരിക്കും, അതുകൊണ്ട് ഒരുപാട് കുടിക്കേണ്ട എന്നൊക്കെ അവൻ ഉപദേശിക്കുന്നു. അവൾക്ക് കുറച്ച് ദേഷ്യം വരുന്നതിനാൽ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറയുന്നുണ്ട്. നിനക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ, ഇനിയിപ്പോൾ ഇതൊക്കെ ശീലമാക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അപ്പോഴും അവനൊരു ചെറിയ ക്ലൂ നൽകുന്നുണ്ട്. അവളത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. തിയേറ്ററിനുള്ളിൽ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഡ്രിങ്ക്സിൻ്റെ തണുപ്പ് കാരണം അവളത് പിടിക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞ് അവൻ അത് വാങ്ങി കയ്യിൽ പിടിക്കുന്നു. ഞാൻ തന്നെ പിടിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ അത് തിരികെ വാങ്ങാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് അതിൽ പിടിച്ചിരുന്ന അവൻ്റെ കയ്യിൽ കൂടിയാണ് അവൾ പിടിച്ചത്. നിന്റെ ഡ്രിങ്ക്സിൽ പിടിക്കുന്നതിൽ കുഴപ്പമില്ല, അതിന് എൻ്റെ കയ്യിൽ പിടിക്കുന്നത് എന്തിനാണെന്ന് അവൻ ചോദിച്ചപ്പോഴാണ് അവളത് ശ്രദ്ധിച്ചത്. പെട്ടെന്ന് പിടിപെടുന്നുമുണ്ട്. ഞാൻ പിടിച്ചോളാമെന്ന് പറഞ്ഞ് പിന്നെയും അവളത് വാങ്ങാൻ തുടങ്ങിയപ്പോൾ തണുപ്പ് നിനക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്ന് അവൻ പറയുന്നു. എനിക്ക് മാത്രമല്ല ചേട്ടനും തണുപ്പ് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് അവളത് വാങ്ങി പിടിക്കുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൈ ചൂടാക്കാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ കൈ അവളുടെ അടുത്തേക്ക് നീട്ടി പിടിക്കുന്നു. കയ്യിൽ പിടിക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നവൾ പറയുന്നു. ശരിയാണ്, നീ ഇതുവരെ എൻ്റെ ഗേൾഫ്രണ്ട് ആയില്ലല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവൻ നേരെ ഇരിക്കുന്നു. അവൻ അങ്ങനെ കൂടി പറഞ്ഞതോടെ സാക്ഷി ഒന്നുകൂടി ഷോക്കായിരിക്കുകയാണ്. മനസ്സിൽ ലഡു പൊട്ടിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൾ അവനെ നോക്കുന്നു. പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി ബാഗിൽ നിന്ന് ടിഷ്യൂ എടുത്ത് അവന് കൊടുത്തിട്ട് കൈ തുടയ്ക്കാൻ പറയുന്നുണ്ട്. അവൻ പക്ഷേ കൈ തുടയ്ക്കുന്നതിന് പകരം അതിൽ നിന്നൊരു ടിഷ്യൂ എടുത്ത് ഗ്ലാസിൻ്റെ ചുവട്ടിൽ ചുറ്റിയിട്ട് അവൾക്ക് തിരികെ നൽകുന്നു. ഇപ്പോൾ കയ്യിലേക്ക് അത്ര തണുപ്പടിക്കില്ല. അവൻ്റെ പ്രാക്ടിക്കൽ ബുദ്ധി അവളെ ഒന്നുകൂടി ഇംപ്രസ് ചെയ്യിക്കുന്നുണ്ട്. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ നമുക്ക് ഒരുമിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകാം, അവിടെ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മാത്രമല്ല കേക്കും കട്ട് ചെയ്യാം എന്നവൻ പറയുന്നു. ഓഫീസിലേക്കും വീട്ടിലേക്കും ഒന്നും വരരുത് എന്നല്ലേ ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നത്, എന്നിട്ടിപ്പോൾ എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണോ എന്നവൾ ചോദിക്കുന്നു. എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പോലും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. ഡോറിൽ വെക്കാനുള്ള ക്യാമറ കൊണ്ടുവന്ന ദിവസമാണ് എന്ന് അവൾ ഓർമ്മിപ്പിച്ചപ്പോൾ അത് ജിയാൻ കാരണമാണ്. അവൾ ഓഫീസിലും വീട്ടിലുമൊക്കെ വന്ന് പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നല്ലോ. അവൾ നിന്നെ കണ്ട് ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നവൻ പറയുന്നു. അന്ന് അവൾ കുറച്ച് ദിവസം പിണങ്ങി നടന്നതിൻ്റെ കാരണം അതായിരുന്നു എന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലായത്. ആദ്യം അവന് ശരിക്കും ചിരി വരുന്നുണ്ട്, പക്ഷെ അവൾ നല്ല ഗൗരവത്തിൽ നിൽക്കുന്ന കണ്ട് അന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു തരാതിന് അവൻ സോറി പറയുന്നു. അവനോട് കാരണമൊന്നും ചോദിക്കാതെ തെറ്റിദ്ധരിച്ചതിന് അവളും സോറി പറയുന്നു. അതിനുശേഷം സന്തോഷത്തോടെ രണ്ടുപേരും കൂടി അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവൾക്ക് വേണ്ടി വീടിനുള്ളിൽ ഇടാനുള്ള സ്ലിപ്പേഴ്സൊക്കെ അവൻ വാങ്ങി വെച്ചിരുന്നു. അവൾ അത് ഇടാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവൻ അവളെ ബാൽക്കണിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവിടെ അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ട സെറ്റപ്പൊക്കെ അവൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 2 കേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കണ്ട് 2 എന്തിനാണെന്ന് അവൾ ചോദിക്കുന്നു. ഒരെണ്ണം പാലിൻ്റെ ഐറ്റംസ് ഒന്നും ചേർക്കാതെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, എന്തെങ്കിലും കാരണവശാൽ അത് റെഡിയായില്ലെങ്കിലോ എന്ന് കരുതി പുറത്തുനിന്ന് ഒരെണ്ണം കൂടി വാങ്ങിച്ചു വെച്ചതാണെന്ന് അവൻ പറയുന്നു. അവൻ ഉണ്ടാക്കിയത് ഏതാണെന്ന് പെട്ടെന്ന് തന്നെ അവൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. മെഴുകുതിരി കത്തിക്കാൻ ഏതെങ്കിലും ഒരു കേക്ക് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ ഉണ്ടാക്കിയ കേക്ക് തന്നെയാണ് അവൾ ചൂസ് ചെയ്തത്. ഒരു മെഴുകുതിരി മതി എന്നവൾ പറഞ്ഞപ്പോൾ അതുപോലെ 19 എണ്ണം തന്നെ വേണം, എന്നാലേ 19 വയസ്സായി എന്ന് നിനക്കൊരു ബോധം വരൂ എന്നവൻ പറയുന്നു. അങ്ങനെ വെക്കാനാണെങ്കിൽ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് മെഴുകുതിരി വെക്കാൻ സ്ഥലം കേക്കിൽ കാണില്ല എന്നവൾ കളിയാക്കുന്നു. പ്രായക്കൂടുതലാണെന്ന് പറഞ്ഞ് നിനക്കെപ്പോഴും ഇങ്ങനെ കളിയാക്കേണ്ട ആവശ്യമുണ്ടോ എന്നവൻ ചോദിക്കുന്നു. അവൻ പറഞ്ഞതുപോലെ 19 മെഴുകുതിരികൾ അവർ കേക്കിൽ വെക്കുന്നുണ്ട്. അവൻ ബർത്ത്ഡേ വിഷ് ചെയ്ത സമയത്ത് ജാഷുവിൻ്റെ ഒപ്പം ആഘോഷിക്കുന്ന എൻ്റെ ആദ്യ ബർത്ത്ഡേ ആണിത്. ഇനി അങ്ങോട്ടേക്ക് എല്ലാ ബർത്ത്ഡേക്കും അവൻ കൂടി ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നവൾ മനസ്സിൽ പറയുന്നുണ്ട്. കണ്ണടച്ച് നിന്നോ ആഗ്രഹിച്ച ശേഷം മെഴുകുതിരി ഊതിയണച്ച് അവൾ കേക്ക് കട്ട് ചെയ്യുന്നു. കുറച്ച് കേക്ക് മുറിച്ച് അവൻ അവൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അഭിപ്രായം ചോദിക്കുന്നു. കേക്ക് അവൾക്ക് ഇഷ്ടപ്പെടുന്നു. അതിനുശേഷമാണ് അവൻ വാങ്ങി വെച്ചിരുന്ന ഗിഫ്റ്റ് നൽകിയത്. അതിൻ്റെ കൂടി ആവശ്യമില്ലായിരുന്നല്ലോ, കേക്ക് തന്നെ അധികമായിരുന്നല്ലോ എന്ന് അവൾ പറഞ്ഞപ്പോൾ കേക്ക് പെട്ടെന്ന് തീർന്നു പോകില്ലേ, കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുന്ന ഗിഫ്റ്റ് നൽകുന്നതല്ലേ നല്ലത് എന്നവൻ ചോദിക്കുന്നു. അത് സംബന്ധിച്ചുകൊണ്ട് അവൾ ഗിഫ്റ്റ് വാങ്ങുന്നു. അവിടെ വെച്ച് തന്നെ തുറന്നു നോക്കാൻ തുടങ്ങിയെങ്കിലും റൂമിലെത്തിയിട്ട് നോക്കിയാൽ മതി എന്നവൻ പറയുന്നതിനാൽ അവൾ അത് മാറ്റിവെക്കുന്നു. മിങ് നൽകിയ ഗിഫ്റ്റ് തുറന്നു നോക്കുന്നില്ല എന്നവൻ ചോദിച്ചെങ്കിലും റൂമിലെത്തിയിട്ട് നോക്കിക്കോളാം എന്നവൾ പറയുന്നു. അതെന്താണെന്ന് അറിയാൻ പറ്റാത്തതിൽ അവൻ കുറച്ച് നിരാശനാകുന്നുണ്ട്. അവൻ നിന്നെ പ്രേമിക്കാനുള്ള ഉദ്ദേശത്തിലാണെന്ന് ജാഷു ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്കറിയാം എന്ന മട്ടിൽ അവൾ മൂളുന്നു. നീ കോളേജിൽ ഭയങ്കര പോപ്പുലർ ആണെന്ന് തോന്നുന്നല്ലോ എന്ന് അവൻ ചോദിച്ചപ്പോഴും അതേ എന്ന അർത്ഥത്തിൽ അവൾ മൂളുന്നു. എങ്ങനെയുള്ള ആമ്പിളേരാണ് നിനക്ക് ഇഷ്ടമാകുക എന്നവൻ ചോദിച്ചപ്പോൾ സുന്ദരനായിരിക്കണം, നല്ല സ്വഭാവമായിരിക്കണം, അത്യാവശ്യം ഇത്രയും ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്ന് അവൻ്റെ ഉയരത്തിലെടുത്ത് കൈ കാണിച്ചിട്ട് അവൾ പറയുന്നു. നീ പറഞ്ഞ ഈ യോഗ്യതകളൊക്കെ എനിക്കുണ്ട് എന്നാണ് തോന്നുന്നത്, അപ്പോൾ എനിക്ക് നിന്നെ പ്രേമിക്കാൻ പറ്റുമോ എന്ന് അവൻ ചോദിക്കുന്നു. ഒരുപാട് വർഷമായി കേൾക്കാൻ കൊതിച്ചിരുന്ന കാര്യമാണെങ്കിലും പെട്ടെന്ന് കേട്ടപ്പോൾ അവൾ ആകെ ഷോക്കാകുന്നു. എന്ത് പറയണമെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥ. പറയുന്നത് വിശ്വാസമാകാത്ത രീതിയിൽ അവൾ അവനെ നോക്കുന്നുണ്ട്. മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ചോദിക്കുകയും ചെയ്യുന്നു. അതിനങ്ങനെയല്ലാതെ വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നവൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. ഞാനൊരു കൊച്ചുകുട്ടിയാണെന്ന രീതിയിൽ ചേട്ടൻ എന്നെ എപ്പോഴും കിഡു എന്നല്ലേ വിളിക്കാറ് എന്നവൾ ചോദിച്ചപ്പോൾ അതൊരു ചെല്ലപ്പേര് മാത്രമാണ്, നിനക്ക് ഇഷ്ടമാണെങ്കിൽ 80 വയസ്സായാലും അങ്ങനെ തന്നെ വിളിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നീ എന്നെ ഇപ്പോഴും ചേട്ടാ എന്ന് വിളിക്കാറുണ്ടെങ്കിലും നിന്റെ ചേട്ടൻ്റെ സ്ഥാനമാണ് എനിക്ക് തോന്നിയിട്ടില്ല എന്നവൻ പറയുന്നു. ഞാനൊരു ചേട്ടനെ പോലെ തന്നെയാണ് കാണുന്നത് എന്ന് അവൾ പെട്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ആകാൻ താല്പര്യമുണ്ട്, നിന്റെ ബോയ്ഫ്രണ്ട് ആകാൻ താല്പര്യമുണ്ട് എന്നവൻ പറയുന്നു. അവനിങ്ങനെ തുറന്നു പറഞ്ഞതുകൊണ്ട് എന്ത് മറുപടി പറയണം എന്നറിയാതെ അവൾ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. നീ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശ്വാസം പോലും വിടാൻ പറ്റില്ല എന്നവൻ പറഞ്ഞപ്പോൾ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് ഞാനാണ് എന്നവൾ മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും അവനെ ഇഷ്ടമാണെന്നുള്ള കാര്യം പെട്ടെന്ന് സമ്മതിച്ചു കൊടുക്കാൻ അവൾ തയ്യാറാകുന്നില്ല. അവനൊന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും പ്രേമിക്കുന്നത് മറ്റേ ആളിന്റെ സമ്മതം ചോദിച്ചിട്ടാണോ എന്ന് ഗൗരവത്തിൽ അവൾ ചോദിക്കുന്നു. എൻ്റെ ഭാഗം ക്ലിയർ ആക്കണ്ടേ,
അല്ലെങ്കിൽ ഞാൻ നിന്നോട് നല്ലതായി പെരുമാറുന്നത് ചേട്ടൻ്റെ കെയറിംഗ് ആണെന്ന് നീ തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത് എന്ന് അവൻ പറയുന്നു. നിനക്ക് എന്നോട് എന്തെങ്കിലും ഫീലിങ്സ് തോന്നിയിട്ടുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. ഇല്ല എന്നാണ് അവൾ പറഞ്ഞത്. അവൾ ഉടനെ ഒന്നും പിടിതരില്ല എന്ന് അവൻ മനസ്സിലാകുന്നുണ്ട്. അവൻ പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചാലൊന്ന് പേടിച്ച് ചേട്ടനെ പ്രേമിക്കാൻ ശ്രമിച്ചാലല്ലേ എനിക്ക് ഫീലിങ്സ് ഉണ്ടോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ശ്രമിച്ചു നോക്കാൻ പറഞ്ഞ് അവൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നീ ഇഷ്ടമാണെന്ന് സമ്മതിക്കാൻ എത്ര കാലം എനിക്ക് പ്രേമിച്ച് നടക്കേണ്ടി വരും എന്നവൻ ചോദിച്ചപ്പോൾ അതിപ്പോൾ എങ്ങനെ പറയാനാണ്, ചേട്ടൻ പറയുന്നത് കേട്ടാൽ ഞാൻ ഉറപ്പായും യെസ് പറയുമെന്ന് നല്ല കോൺഫിഡൻസ് ഉള്ളതുപോലെയാണല്ലോ എന്നവൾ തിരിച്ചു ചോദിക്കുന്നു. നീ എന്നോട് നോ പറയില്ലെന്ന് എനിക്കറിയാം എന്നവൻ പറഞ്ഞപ്പോൾ അതെങ്ങനെ അറിയാം, എന്നെ സന്തോഷിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അവൾ പറയുന്നു. എങ്കിൽ ശരി, കുറേ കാലം ഞാൻ നിന്നെ പ്രേമിച്ച് നടന്നോളാം. പക്ഷേ അതിനിടയിൽ വേറെ ആമ്പിള്ളേരോടൊന്നും കമ്പനി കൂടാൻ പാടില്ല എന്നവൻ കണ്ടീഷൻ വെക്കുന്നു. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നെ കാണാൻ വേണ്ടിയല്ലേ നീ ഇന്ന് ഇത്ര നന്നായി ഒരുങ്ങി വന്നത്? അത് നിനക്ക് എന്നോട് ഫീലിങ്സ് ഉള്ളത് കൊണ്ടല്ലേ എന്നവൻ ചോദിക്കുന്നു. എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഞാൻ നന്നായി ഒരുങ്ങിയത് എന്ന് പറഞ്ഞ് അപ്പോഴും അവൾ എതിർക്കുന്നു. ഒരു തരത്തിലും അവൾ പിടിതരില്ല എന്നവൻ മനസ്സിലാക്കുന്നു. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിലും പ്രേമിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഈ കേക്ക് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്നവൾ ചോദിക്കുന്നു. ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പോൾ തന്നെ യെസ് പറയുമായിരുന്നു എന്നാണോ നീ പറയുന്നത് എന്നവൻ ചോദിച്ചപ്പോൾ പറയില്ലായിരുന്നു എന്ന് അവൾ പറയുന്നു. എങ്കിൽ കേക്ക് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞ് അവൻ കേക്കിനടുത്തേക്ക് നടക്കുന്നു. അങ്ങനെ പറയല്ലേ, ഞാൻ നിന്നോട് നോ എന്നും പറഞ്ഞില്ലല്ലോ, കുറച്ചു കാലം എന്നെ പ്രേമിക്കാനല്ലേ പറഞ്ഞുള്ളൂ, എന്നാലേ എനിക്ക് എൻ്റെ ഫീലിങ്സ് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്ന് അവൾ വീണ്ടും പറയുന്നു. നിനക്ക് ഫീലിങ്സ് തോന്നുന്നവരെ ഞാൻ പ്രേമിച്ച് നടന്നോളാം എന്നവൻ പറയുന്നുണ്ട്. മാത്രമല്ല 2 കേക്കും ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാനും പറയുന്നു. നിനക്ക് ഇഷ്ടമാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കേക്ക് ഉണ്ടാക്കി തരാൻ ഞാൻ തയ്യാറാണ് എന്നും പറയുന്നുണ്ട്. സാക്ഷി ശരിക്കും ഹാപ്പിയായാണ് ഹോസ്റ്റലിലേക്ക് മടങ്ങിയത്. 2 കേക്കും അവൾ കൂടെ കൊണ്ടുപോയിരുന്നു. മുറിയിൽ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ഉറങ്ങിയെന്ന് സംശയിച്ച് അവൾ ലൈറ്റ് ഇട്ട് അകത്തേക്ക് കയറുന്നു. അപ്പോഴേക്കും ലൈറ്റ് ഓഫ് ആക്കി ഫ്രണ്ട്സ് അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള കേക്കുമായി മുന്നിലേക്ക് വരുന്നു. അവൾക്ക് സർപ്രൈസ് നൽകാൻ വേണ്ടി അവർ ലൈറ്റൊക്കെ ഓഫാക്കിയിരുന്നതാണ്. മെഴുകുതിരി ഊതി അണച്ച് കഴിഞ്ഞ് ലൈറ്റ് ഓണാക്കിയപ്പോഴാണ് അവൾ കൊണ്ടുവന്നിരിക്കുന്ന കേക്ക് അവർ കണ്ടത്. 2 എണ്ണം എവിടെ നിന്നാണ്, ഒരെണ്ണം കാണുന്നിട്ടും ഭംഗിയില്ലല്ലോ എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ ജാഷു ഉണ്ടാക്കിയതാണ് എന്നവൾ പറയുന്നു. എല്ലാവരും കൂടി അന്നത്തെ വിശേഷങ്ങൾ അവളോട് ചോദിക്കുന്നു. സാക്ഷി സന്തോഷത്തോടെ അന്നത്തെ വിശേഷങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ ജാഷു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈമായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷോപ്പിലെ ഷെഫിൻ്റെ അടുത്തേക്ക് ചെന്ന് കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്നത് കാണിക്കുന്നു. അവന് കുറച്ച് നന്നായി കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട്. അന്ന് നിന്നോടിത് പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ട് നിനക്കൊട്ട് താല്പര്യമില്ലായിരുന്നല്ലോ, ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു താല്പര്യം തോന്നാൻ? നീ ഏതെങ്കിലും പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അവൾക്ക് വേണ്ടിയാണോ എന്ന് അദ്ദേഹം അവനോട് ചോദിക്കുന്നു. അവൻ ചിരിച്ചുകൊണ്ട് സമ്മതിക്കുന്നു. കേക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാക്കത്തിനാൽ അവൻ പല ദിവസങ്ങളിലും അവിടെ പോയി ശരിയായി ഉണ്ടാക്കാൻ പഠിക്കുന്നവരെ ട്രൈ ചെയ്യുന്നതും കാണാം. ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.